ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസാർ വിക്ഷേപണം അല്പസമയത്തിനകം ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കൃത്യം 5:40 തന്നെ വിക്ഷേപണം നടക്കും. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അവർ. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച വിവരം കൈമാറുകയാണ് നൈസാറിന്റെ പ്രധാന ദൗത്യം. ISROയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച മറ്റൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. ISROയുടെ GSLV F-16 റോക്കറ്റാണ് നൈസാറുമായി കുതിച്ചുയരുക. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രി പകൽ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ നൈസാറിന് കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. For the present mission, the burn time for GS2 is 140 seconds. It is separated 4 minutes 53 seconds into the flight. The third stage is the cryogenic upper stage, which plays a significant role in the mission. Its high specific impulse, together with a long burn time of more than 13 minutes, it adds tremendous relative velocity to the launch vehicle. The CUS operation adds 376.55 kilometers stand by for the time mark and increases relative velocity from 3.5 kilometers per second to 7.5 kilometers per second. An operational philosophy unique to the GSLV F-16 NISAR mission is that CUS stage is operated by 11% for the duration of 405 seconds. About 11 minutes into flight, the cryogenic upper stage shuts down. The satellite NISAR is separated and injected into an altitude of 745.5 kilometers with a relative velocity of 7.57 kilometers per second. Minus 25 seconds. We are mere 25 seconds from the launch. All movies open. Minus 20 seconds. सभी दर्शक हमारे साथ बने रहिए. सर्वप्रथम T-4.8 सेकंड्स पर L-40s का प्रज्वलन हम देखेंगे. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. All L-40 engines generating nominal thrust. S-139 motor ignited. 5 seconds. That's a magnificent of the GSLV F-16 NISAR mission. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസാർ കുതിച്ചുയരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നൈസാർ. ISROയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറും നൈസാർ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മമായി പകർത്താൻ ഇതിനാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും എല്ലാം NISRന്റെ റഡാർ ദൃഷ്ടിയിൽ പതിയും എന്നുള്ളതാണ് ഈ ഒരു വിക്ഷേപണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കടലിലെ മാറ്റങ്ങളും പുഴയിലെ ഒഴുക്കും തീരശോഷണവും മണ്ണൊലിപ്പും എല്ലാം ഇതിലൂടെ അറിയാൻ സാധിക്കും. കാട്ടുതീകളും ഹിമാനികളുടെ ചലനവും മഞ്ഞുപാളികളുടെ മാറ്റവും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. $150 सेकंड तक प्रज्वलित रहकर शांत हो जाएंगे. तत्पश्चात इसे यान से पृथक कर दिया जाएगा. वर्तमान में सभी तंत्र നാസ ISRO സംയുക്ത ദൗത്യമായ NISAR അഥവാ നൈസാറിന്റെ വിക്ഷേപണമാണ് നമ്മളിപ്പോൾ തത്സമയ വിക്ഷേപണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിക്ഷേപണം നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ചതും ചെലവേറിയതുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. NISAR മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. Here we have an announcement from the Range Operations Director that the co-booster has stopped its operation. The 4 L-40s are ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ യശസ് വീണ്ടും ഇതിലൂടെ ഉയരുകയാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സഹകരണത്തോടെയാണ് ISRO വികസിപ്പിച്ച NISAR അഥവാ നൈസാർ എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടക്കുന്നത്. वर्तमान में प्रथम चरण प्रज्वलित है. L-40s प्रज्वलित हैं. इनका कुल कार्यकाल 150 सेकंड का होगा.
ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ പറ്റി ഏറ്റവും മുടക്കുമുതലുള്ള ഉപഗ്രഹമാണ് നൈസാർ. 2400 കിലോഗ്രാമാണ് നൈസാറിന്റെ ഭാരം. GSLV F-16 ആണ് വിക്ഷേപണ വാഹനം. 747 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാകും നൈസാർ ഭൂമിയെ ചുറ്റുക. 5 വർഷമാണ് നൈസാറിന്റെ കാലാവധി. चरण का प्रज्वलन शुरू हो चुका है. Marking Closed loop guidance initiated. the flight, the GS1 has undergone a hot separation and GS2 commenced its operation and thrusting nominally. The payload fairing has also been separated and closed loop guidance has been initiated. यहाँ इस दौरान Second stage performance normal. वातावरण से बाहर जा चुका है, इसलिए पेलोड फेयरिंग या ऊष्मा कवच की आवश्यकता नहीं ഇന്ത്യൻ है. ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISROയും അമേരിക്കയുടെ നാസയും ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹം യാദൃച്ഛികമാണെങ്കിൽ പോലും മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ഓർമ്മ ദിനത്തിലാണ് വിക്ഷേപിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. Powered by the Vikas engine that uses the Earth-storable propellant combination of UH-25 and N2O4, the second stage of GSLV ഭൂമിയിലെ developed ചെറുമാറ്റങ്ങൾ പോലും 840 തിരിച്ചറിയാനും kilonewtons രേഖപ്പെടുത്താനും ഒക്കെ കേൾപ്പുള്ള ഒരു ഉപഗ്രഹം Time for തന്നെയാണ് the mission of നൈസാർ. GS2 is 140 seconds. ഉരുൾപൊട്ടൽ വരെ മുൻകൂട്ടി തിരിച്ചറിയാൻ നൈസാറിന് സാധിക്കും. सभी Second उत्साहित stage इस प्रमोशन performance को लेकर. normal. द्वितीय चरण सामान्य निष्पादन करता हुआ अग्रसर है अपने उद्देश्य कक्षा की ओर. इसमें इस चरण में UH-25 तथा N2O4 ईंधन का प्रयोग किया जाता है. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം प्रज्वलन काल लगभग ഇപ്പോൾ 150 सेकंड का होगा. കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. Cryo stage start authorized. जैसा कि हमने पहले बताया था, द्वितीय चरण Second प्रज्वलन stage के दौरान performance ही normal. तृतीय चरण को 2 ഫ്രീക്വൻസിയിലുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലം മുതൽ ആന്തരിക ഘടന വരെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഉപഗ്രഹമാണ് നൈസാർ. GS2 thrust cutoff. Operation. The GS2 second stage separate. has completed Cascade its ignition operation commanded. and jettisoned from the ongoing vehicle. द्वितीय चरण के सफलतापूर्वक प्रदर्शन के पश्चात Cryo stage ഭൂകമ്പങ്ങൾ ignition confirmed. തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ तथा अंतिम चरण ഈ ഭൂകമ്പ സാധ്യത മുന്നിൽ കണ്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ जटिल चरण है. നൈസാറിലൂടെ സാധിക്കും. എന്തായാലും വിക്ഷേപണം ആദ്യഘട്ടം വിജയകരമാണ് എന്നാണ് है जो ദൃശ്യങ്ങളിൽ നിന്ന് उपग्रह को മനസ്സിലാകുന്നത്. उद्देश्य कक्षा की ओर ले जाएगा. Cryogenic upper stage has commenced its operation. Cryo stage operating at operated level. The Cus stage with CE 7.5 engine with liquid hydrogen. പ്രകൃതി ദുരന്തങ്ങളിൽ കഷ്ടപ്പെടുന്ന ഇന്ത്യക്ക് മുൻകൂട്ടി വരാനിരിക്കുന്ന ദുരന്തങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചാൽ രാജ്യത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാകും. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഈ നൈസർ എന്നത് രാജ്യത്തെ സംബന്ധിച്ച്. That is Cryo stage performance normal. 4 kilonewtons for about 405 seconds. Plus 6 minutes. നാസയോടൊപ്പമുള്ള സഹകരണം ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യക്ക് പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. കൂടാതെ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം വഴി രാജ്യാന്തര ഡേറ്റകളുമായി ഒപ്പം നിൽക്കാനും ഇന്ത്യക്ക് കഴിയും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 850 सेकंड्स तक जारी रहेगा. वर्तमान में सापेक्ष गति 3.49 किलोमीटर प्रति सेकंड तथा ऊंचाई 514 किलोमीटर की हो चुकी है. Cryo stage performance normal. Altitude of 528 kilometers. Shar and Trivandrum stations continue to extend tracking and telemetry support. When the cryo stage had commenced action, the instantaneous relative velocity was 3.5 kilometers per പുത്തൻ second. പ്രതീക്ഷകൾ ഉയർത്തുകയാണ് ഇസ്രോ നാസ ദൗത്യം. Becomes 4.5 kilometers per second. For the next 400 ഏറെ പ്രതീക്ഷയോടെ seconds തന്നെയാണ് that follow, എല്ലാവരും there is a significant addition in the relative നൈസറിനെ velocity നോക്കിക്കാണുന്നത്. of up to 7.5 kilometers per second. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് Cryo stage നൈസർ. performance normal. सभी विशिष्ट वैज्ञानिक यहाँ उपस्थित इस घटना के साक्षी बनने के लिए.
तृतीय चरण का निष्पादन पूरी तरह सामान्य। इस दौरान भू स्थित रडार स्टेशंस शार तथा त्रिवेंद्रम इसे भलीभांति ट्रैक कर रहे हैं। ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുക എന്നതാണ് നൈസറിന്റെ പ്രധാന ദൗത്യം. പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും പ്രവർത്തിക്കാൻ നൈസറിന് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. രാത്രിയെന്നോ പകലെന്നോ എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ നൈസർ പ്രവർത്തിക്കും. ഓരോ 12 ദിവസം കൂടുമ്പോഴും ഈ ഭൂമിയെ നിരീക്ഷിച്ച് हाई रेजोल्यूशनिल उपग्रह विवरंगल कईमार लगभग 850 सेकंड्स तक जारी रहेगी। इस दौरान आपको उपग्रह के बारे में कुछ जानकारियां उपलब्ध करा सकते हैं। നൈസറിനായി 12 വർഷത്തോളമായി ISROയും നാസയും സംയുക്ത പ്രവർത്തനത്തിലായിരുന്നു. नैसार कहते हैं वैज्ञानिकों को प्राकृतिक खतरों और विनाशकारी घटनाओं जैसे भूकंप, ज्वालामुखी विस्फोट और भूस्खलन जैसी प्राकृतिक घटनाओं को बेहतर ढंग से समझने के लिए मदद करेगा। ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, സുനാമി, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വനനശീകരണം തുടങ്ങി ദുരന്തങ്ങൾ ഓരോന്നും നിരീക്ഷിക്കാനും കൃത്യമായി പ്രവചിക്കാനും നൈസറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലെടുക്കാൻ രാജ്യത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. प्रमुख वैश्विक पृथ्वी अवलोकन को प्रदान करेगा। साथ ही वनों की कटाई, वनाग्नि तथा स्थायी रूप से बर्फ से ढकी हुई जमीनों का अवलोकन करने में भी सक्षम होगा। यह एक अग्रणी मिशन है जो कि पृथ्वी ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു അഭിമാന നിമിഷം കൂടി കടന്നു പോവുകയാണ്. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ വിക്ഷേപിച്ചിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത്. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച വിവരം കൈമാറുകയാണ് നൈസറിന്റെ പ്രധാന ദൗത്യം.